ഹലോ എവരിവൺ, സെറ്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുത്തുന്ന ഐ+ന്റെ സെറ്റ് ക്രാക്കർ എന്ന സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് നിർത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാലൻസ് പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഗ്രൂപ്പ്സ് ഓഫ് നേഷൻസ്. താഴെ തന്നിരിക്കുന്ന കുറേ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതിൽ നമ്മുടെ ചില രാജ്യങ്ങളെ പറ്റി പറയുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുള്ളൂ. യൂറോപ്യൻ യൂണിയൻ ആൻഡ് ആഫ്രിക്കൻ യൂണിയൻ ആർ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് 20, അതായത് G20. അതായത് യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും G20 മെമ്പേഴ്സ് ആണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ, യൂറോ ഈസ് ദ കോമൺ കറൻസി ഫോർ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുടെയും കോമൺ കറൻസിയാണ് യൂറോ എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ദ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് ഈസ് കെയ്റോ. ഓക്കെ, അതായത് ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കെയ്റോയിലാണെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നോൺ അലൈൻഡ് മൂവ്മെന്റ് NAM, നാം എന്ന് നമ്മൾ ചുരുക്കി വിളിക്കാറുണ്ട്, is the largest grouping of states worldwide after the United Nations. ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ്. ഇതിന്റെ ഓപ്ഷൻസ് നോക്കിയോളൂ. 1, 2 and 3 only are correct. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് 1, 2 and 3 only, 3 and 4 only, 1, 2 and 4 only, 1, 3 and 4 only. 1, 2 and 4 only, 1, 3 and 4 only. അപ്പോഴേ നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ട്രൂ എന്നത്. താഴെ പറയുന്ന ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ട്രൂ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയുള്ള ഒരാളെ സംബന്ധിച്ച് മാത്രമേ ഇതിൽ നിന്ന് ശരി ഉത്തരം ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ G20, അതിൽ ആഫ്രിക്കൻ യൂണിയൻ, യൂറോപ്യൻ യൂണിയൻ്റെ കറൻസി, ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, നാമിൻ്റെ സ്ട്രെങ്ത്, ഇത്രയും കാര്യങ്ങളെ പറ്റി ഒരു ധാരണ ഉള്ളവർക്കാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉത്തരമായി നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ആൻഡ് ആഫ്രിക്കൻ യൂണിയൻ മെമ്പേഴ്സ് ഓഫ് G20 മെമ്പേഴ്സ് ആണോ യൂറോപ്യൻ യൂണിയൻ ആഫ്രിക്കൻ യൂണിയൻ ചോദിച്ചാൽ ആഫ്രിക്കൻ യൂണിയൻ ആക്ച്വലി അല്ലായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് അവരും G20 മെമ്പർ ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആണെന്ന് കരുതാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, യൂറോ ഈസ് ദ കോമൺ കറൻസി ഫോർ ഓൾ മെമ്പേഴ്സ് ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-27 രാജ്യങ്ങളുള്ള ഒരു യൂണിയൻ, ഒരു കൂട്ടമാണ്, ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ എല്ലാ രാജ്യങ്ങളുടെ കറൻസി ആയിട്ട് യൂറോ ഉണ്ടെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, യൂറോ എന്നത് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുടെയും കോമൺ കറൻസി ആയിട്ട് നമുക്ക് യൂറോയെ പരിഗണിക്കാൻ സാധിക്കുകയില്ല, ശ്രദ്ധിക്കുക. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നത്, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് ഇസ് കെയ്റോ. കെയ്റോ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലാണല്ലോ, ഈജിപ്തിൻ്റെ ക്യാപിറ്റലാണല്ലോ കെയ്റോ. അപ്പോൾ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് കെയ്റോയിലാണ് ഹെഡ് ക്വാർട്ടർ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല. ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിൽക്കുന്നത് കെയ്റോയിൽ തന്നെയാണ്. ഓക്കെ, ഈജിപ്തും അതിലൊരു ഈജിപ്തിൻ്റെ ക്യാപിറ്റലായ കെയ്റോയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നോൺ അലൈൻഡ് മൂവ്മെന്റ് NAM ഈസ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പിംഗ് ഓഫ് സ്റ്റേറ്റ്സ് വേൾഡ് വൈഡ് ആഫ്റ്റർ യുണൈറ്റഡ് നേഷൻസ്. ഏറ്റവും കൂടുതൽ അംഗത്വമുള്ളൊരു സംഘടനയായ യുണൈറ്റഡ് നേഷൻസിന് ശേഷം ഏറ്റവും കൂടുതൽ അംഗത്വമുള്ളൊരു സംഘടനയെ NAM ആണെന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻ 1, 3 and 4. 1, 3 and 4 ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ യൂറോയുടെ കാര്യം ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ല. യൂറോ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും കറൻസി ആയിട്ട് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. നോക്കിയോ, ആഫ്രിക്കൻ യൂണിയൻ ജോയിൻ ദ G20 സമ്മിറ്റ് ഇൻ ദ ഇയർ 2023 and was officially represented in the 2024 G20 summit held in Brazil. അതായത് ആഫ്രിക്കൻ യൂണിയൻ ഇതുവരെ എന്തായിരുന്നില്ല, G20 മെമ്പർ ആയിരുന്നില്ല. അപ്പം നിലവിൽ 2023 ആഫ്രിക്കൻ യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, G20 ജോയിൻ ചെയ്തിട്ടുണ്ട്. G20 ആഫ്രിക്കൻ യൂണിയൻ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ആഫ്രിക്കൻ യൂണിയൻ ജോയിൻ ചെയ്ത് 2023 അവർക്ക് ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ 23 ജോയിൻ ചെയ്തെങ്കിൽ ആ സമ്മേളനത്തിൽ അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആഫ്രിക്കൻ യൂണിയനെ. 2024 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബ്രസീലിൽ നടന്ന 2024 G20 ആരുണ്ടായിരുന്നു, ആഫ്രിക്കൻ യൂണിയൻ റെപ്രസെൻറ്റ് ചെയ്തിട്ട് പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ട്രൂ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയാൽ യൂറോ ഈസ് നോട്ട് ദ കോമൺ കറൻസി ഫോർ ഓൾ ദ യൂറോപ്യൻ യൂണിയൻ നേഷൻസ്. അതായത് യൂറോപ്യൻ യൂണിയൻ നേഷൻസിലെ എല്ലാ രാജ്യങ്ങളുടെയും കറൻസി അല്ല എന്ത് യൂറോ എന്ന് പറയുന്നു. ഓക്കെ, അതിൽ ഔട്ട് ഓഫ് 27 കൺട്രീസ് 20 ഓഫ് ദം അക്സെപ്റ്റഡ് യൂറോ ആസ് ദെയർ കോമൺ കറൻസി. 27 രാജ്യങ്ങളുടെ കൂട്ടമാണ് അതിൽ 27 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏകദേശം 20ഓളം രാജ്യങ്ങൾ എന്താണ് യൂറോ അവരുടെ കറൻസിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഡെൻമാർക്ക് ഉൾപ്പെടുന്ന മറ്റു പല രാജ്യങ്ങളും യൂറോ അവരുടെ കോമൺ കറൻസിയായിട്ട് അംഗീകരിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തെന്ന് പറയാൻ പറ്റില്ല, ട്രൂ എന്ന് പറയാൻ സാധിക്കില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് ആസ് ഫോംഡ് ഇൻ 1945 അറ്റ് കെയ്റോ, ഈജിപ്റ്റ്. ഈജിപ്തിലെ കെയ്റോയിൽ 1945 ലീഗ് ഓഫ് അറബ് നേഷൻസ് സ്ഥാപിതമാകുന്നത്. സോ ഹെഡ് ക്വാർട്ടർ ഈസ് അറ്റ് കെയ്റോ, ഈജിപ്റ്റ്. ഓക്കെ, അതിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? മെമ്പർ സ്റ്റേറ്റ് 22 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് ഏതിലുള്ളത്? ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിൽ ഉള്ളത്. ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത നോൺ അലൈഡ് മൂവ്മെന്റ് നാം ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് നേഷൻസ് വിത്ത് 120 കൺട്രീസ് ആസ് മെമ്പേഴ്സ്. 120 അംഗങ്ങളുള്ള എന്താണ് മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയാണ് നാം എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ താഴെ എത്തും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഫിനാൻസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുകളെ പറ്റിയുള്ള ചില സ്റ്റേറ്റ്മെന്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. അത് അനലൈസ് ചെയ്തുകൊണ്ട് ഓപ്ഷൻസിൽ നിന്നും ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഫിനാൻസ് കമ്മീഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പീരിയോഡിക്കലി അണ്ടർ ആർട്ടിക്കിൾ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 280 പ്രകാരം പീരിയോഡിക്കായിട്ട് ഫിനാൻസ് കമ്മീഷനുകൾ സംഘടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കാറുണ്ട്. അത് ശരിയാണോ അല്ലയോ പരിശോധിക്കുമ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഇന്ത്യക്ക് ഒരു ഫിനാൻസ് കമ്മീഷൻ ദീർഘകാലമേ നിലനിൽക്കാറുണ്ടോ? ഇല്ല. ഫിനാൻസ് കമ്മീഷനുകൾ 5 വർഷ കാലാവധിയിൽ ഇങ്ങനെ പുനഃക്രമീകരിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതെ ആർട്ടിക്കിൾ 280 പ്രകാരമാണോ എന്നും കൂടെ കൺഫേം ആയാലും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് സംശയത്തിനൊന്നും ആവശ്യമില്ല. ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 280 തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ട്രൂ ആണെന്ന് പറയും. ക്ലിയർ? ശരി, നോക്കിയോളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയോളൂ. ദ ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ദ ചെയർമാൻ ആൻഡ് 7 other മെമ്പേഴ്സ്. ഫിനാൻസ് കമ്മീഷനിൽ ചെയർമാനും മറ്റ് 7 അംഗങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. മൊത്തം 8 പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ പൊരുത്തക്കേട്. കാരണം ഒരു 7 മെമ്പേഴ്സൊക്കെ അധികം വരിക എന്ന് പറഞ്ഞാൽ അത്രയും സാധാരണ നമ്മൾ കാണുന്നത് ഒരു ചെയർമാനും 3 മെമ്പേഴ്സ്, അല്ലെങ്കിൽ മൊത്തം 3 പേര്, അല്ലെങ്കിൽ ചെയർമാൻ 5 മെമ്പേഴ്സ് മൊത്തം 5 പേര്, അല്ലെങ്കിൽ പിന്നെ 10 പേര് അടങ്ങുന്ന കമ്മിറ്റീസ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനൊരു എണ്ണം നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇങ്ങനൊരു എണ്ണം ഏതാ ഒരു ചെയർമാനും 7 മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു എണ്ണം നമ്മൾ അത്ര പോപ്പുലറായി നമ്മൾ കേൾക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് അതിനൊരു കൺഫ്യൂഷനിൽ വെക്കാൻ നോക്കും. ദ പ്രസന്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് 15th ഇൻ ദ സീരീസ്. അപ്പോൾ ഫിനാൻസ് കമ്മീഷനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് എസ് ഓർ നോ എന്ന് കരുതാൻ പറ്റത്തുള്ളൂ. നിലവിലുള്ള ഫിനാൻസ് കമ്മീഷൻ 15ാമത്തെയാണ്. ഇത്രയും മാത്രം പറഞ്ഞാൽ വ്യക്തമായ ധാരണ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അപ്പോൾ നിലവിലെ ഫിനാൻസ് കമ്മീഷൻ 15ാമത്തെയാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 പറയുന്നത്. ഓക്കെ, 4ാമത്തെ പറയുന്നത് അരവിന്ദ് പനഗരിയ ഈസ് ദ ചെയർമാൻ ഓഫ് ദ പ്രസന്റ് ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ ചിലർക്ക് ഒരു സംശയം വരും, അരവിന്ദ് പനഗരിയ നേരത്തെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അയാൾ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അല്ലല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അല്ലായിരിക്കും എന്ന് കരുതി പലർക്കും ചിലപ്പോൾ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നൊരു ചിന്ത ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് 1 and 2 only, 1 and 4 only, 2 and 3 only, 1, 2, 3 and 4 ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഓപ്ഷൻസ് ഒന്നാമത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനുള്ള ചെറിയ കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു, 3ാമത്തതും 4ാമത് ഈ 4 സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് 15th ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഓപ്ഷൻ 1 and 4 only എന്നുള്ളതാണ്. 1ഉം 4ഉം എന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ 2 സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ട്രൂ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. നോക്കിക്കോളൂ, എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കോളൂ. ഫിനാൻസ് കമ്മീഷൻ ആർ പീരിയോഡിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ദ ആർട്ടിക്കിൾ 280. അതായത് ധനകാര്യ കമ്മീഷനുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരം
പീരിയോഡിക്കലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. ആരാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഓക്കെ. ദ ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് 4 other members, ടോട്ടൽ 5 members. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പൊളിഞ്ഞു അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ചെയർമാന് 7 members ഉണ്ടെന്നായിരുന്നു. പക്ഷേ ആക്ച്വലി എന്താണ്? ചെയർമാന് 4 other members ചേർത്ത് മൊത്തം 5 members ആണ് നമ്മുടെ ഫിനാൻസ് കമ്മീഷനിലുള്ളത്. ദ പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് 16th ആൻഡ് ദ ചെയർമാൻ ഈസ് അരവിന്ദ് പനഗരിയ. അപ്പോൾ ഈ അരവിന്ദ് പനഗരി എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. അത് നിലവിലുള്ള കമ്മീഷന്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് 16 ആണ്. 16ാമത്തെ എന്താണ് ഫിനാൻസ് കമ്മീഷനാണ്. ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂസിങ് ഫാക്ട് ഉണ്ട്. നോക്കൂ, ദ ഓപ്പറേഷണൽ പീരീഡ് ഓഫ് 16th ഫിനാൻസ് കമ്മീഷൻ ഇസ് 2026 to 2031 എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ഓപ്പറേഷണൽ പീരീഡ്, അതായത് 16ാം ധനകാര്യ കമ്മീഷൻ ആക്ട് ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2026 to 2031 ആണ്. നിലവിൽ വർഷം 2024 ആണല്ലോ. അതുകൊണ്ട് 16th ഫിനാൻസ് കമ്മീഷൻ നിലവിൽ ഫങ്ഷണൽ ആണോ? അല്ല. യെസ്. ഇപ്പൊ നിലവിൽ ഈ 16th ഫിനാൻസ് കമ്മീഷൻ എന്തല്ല? ഫങ്ഷണൽ അല്ല. ഹെൻസ് ദ ഫിനാൻസ് കമ്മീഷൻ വിച്ച് ഇസ് നൗ ഓപ്പറേഷണൽ ഈസ് 15th which is headed by NK Singh. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുക എന്താ? ദ പ്രസന്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് ദ 15th in the series. അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം നിലവിലുള്ള ഫിനാൻസ് കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന് കഴിഞ്ഞു. സോ നിലവിലുള്ള പ്രസന്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് 16th in the series എഴുതിയാൽ മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് എന്താവത്തുള്ളൂ? ട്രൂ ആവത്തുള്ളൂ. ഫങ്ഷണൽ ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നിലവിലുള്ള ഫിനാൻസ് കമ്മീഷൻ 16ാമത്തെ ആണെന്ന് അല്ലെങ്കിൽ 15ാമത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വന്ന് 15ാമത്തെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല സാധാരണ. കാരണം 16ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് എന്ത് ചെയ്ത് നിലവിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് ഫങ്ഷണൽ ആണോ? അല്ല. അത് ഓപ്പറേഷണൽ ആയിട്ടില്ല. അത് ഓപ്പറേഷണൽ ആവുന്ന എന്ന് മുതലാ? 2026 മുതൽ 2031 വരെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണത്. ദ ഓപ്പറേഷണൽ പീരീഡ് ഓഫ് 16th ഫിനാൻസ് കമ്മീഷൻ ഈസ് 2026 to 2031. 2026 മുതൽ 2031 വരെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2021 മുതൽ 26 വരെയുള്ളത് 15ാം ധനകാര്യ കമ്മീഷനാണ്. അതിന്റെ അധ്യക്ഷൻ NK Singh ആണ്. ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി 1 വർഷം കൂടെ എക്സ്ട്രാ ആയിട്ടുണ്ട്. അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് എന്തോ ഒരു വർഷം കൂടെ അഡീഷണൽ, അല്ലെങ്കിൽ അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ വർഷങ്ങളും 5 വർഷം കൂടുമ്പോഴാണ് ധനകാര്യ കമ്മീഷനുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15ാമത്തെ ധനകാര്യ കമ്മീഷൻ നിലവിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ധനകാര്യ കമ്മീഷൻ 15th ആണ്. അതിൻ്റെ അധ്യക്ഷൻ NK Singh ആണ്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിലവിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ധനകാര്യ കമ്മീഷൻ ചോദിച്ചാൽ 16ാമത്തെയാണ്. അതിൻ്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ്. ഇനി അരവിന്ദ് പനഗരിയെ നേരത്തെ ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അരവിന്ദ് പനഗരി എന്ന് പറയുന്നത് നമ്മുടെ നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാനാണ്. എന്താണ് നീതി ആയോഗ് എന്നറിയാമല്ലോ? ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു പണ്ട് മുതലേ. ഈ ആസൂത്രണ കമ്മീഷനെ മാറ്റിക്കൊണ്ട് പുതിയതായി 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണ് എന്ത്? നീതി ആയോഗ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു അന്നുണ്ടായിരുന്ന ആസൂത്രണ കമ്മീഷനെ മാറ്റിക്കൊണ്ട് ആരെ സ്ഥാപിക്കുന്നത്? നീതി ആയോഗിനെ സ്ഥാപിക്കുന്നത്. ഓക്കെ. അപ്പോൾ അന്ന് നീതി ആയോഗ് സ്ഥാപിച്ചപ്പോൾ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു, വൈസ് ചെയർമാൻ ആയിരുന്നു ആര്? അരവിന്ദ് പനഗരി. എപ്പോഴും ഓർക്കുക, നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ. വൈസ് ചെയർമാൻ എന്ന പോസ്റ്റിനാണ് അവിടെ കുറച്ചും കൂടി, അതായത് മാറി മാറി വരുന്നത് വൈസ് ചെയർമാൻ എന്ന പോസ്റ്റാണ്. ഓക്കെ. അപ്പോൾ നീതി ആയോഗ് ഫോം ചെയ്ത ഡേറ്റ് കൂടെ ഓർത്തിരിക്കുക, 2015 ജനുവരി 1 ആണ്. ഓക്കെ. അത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അനിൽ ഗോട്ട് ഇറ്റ് ഇൻ ദ നെക്ക് ഫോർ ബീങ് ലേറ്റ്. അപ്പോൾ അനിൽ ലേറ്റ് ആയി, അതിന് അനിൽ ഗോട്ട് ഇറ്റ് ഇൻ ദ നെക്ക് ഫോർ ബീങ് ലേറ്റ്. അതൊരു ഒരു പ്രയോഗമാണ് അല്ലേ? അപ്പോൾ അതിന്റെ മീനിങ് എന്താണെന്നാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അനിൽ വാസ് സിവിയർലി പണിഷ്ഡ് ഫോർ ബീങ് ലേറ്റ്. അതായത് അനിൽ ലേറ്റ് ആയതിന് വളരെ കാര്യമായി അനിലിനെ പണിഷ് ചെയ്യപ്പെട്ടു. അതാണ് ഒന്നാമത്തത്. അനിൽ വാസ് സാക്ഡ് ഫ്രം ദ ജോബ് ഫോർ ബീങ് ലേറ്റ്. അപ്പോൾ ലേറ്റ് ആയതിന് അനിലിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നു. അനിൽ വാസ് ഗിവൺ എ മൈൽഡ് വാർണിംഗ് ടു നോട്ട് ടു ബി ലേറ്റ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ഇനി ലേറ്റ് ആവാതിരിക്കാൻ അനിലിന് ഒരു ചെറിയൊരു വാർണിംഗ് കൊടുത്തു. അതാണ് അടുത്തത്. ലാസ്റ്റ് വാസ് അനിൽ വാസ് അപ്രീഷിയേറ്റഡ് ഫോർ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അഗ്ലി ഇൻസിഡൻസ് ബീങ് ലേറ്റ്. അപ്പോൾ ചുമ്മാ വേറെ കുറച്ച് നമുക്ക് ഓപ്ഷൻ തയ്ക്കാൻ വേണ്ടി തരുന്ന ഓപ്ഷൻസ് അത് കാണുമ്പോഴേ അറിയാം നമുക്ക് ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കൽ ആണോ അല്ലയോ എന്നറിയാം. 2 കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒന്നുകിൽ അത് സീരിയസ് ആയൊരു പണിഷ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു
എന്താണ് മൈൽഡ് ആയിട്ടൊരു പണിഷ്മെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് മാത്രം ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രയോഗത്തിന് അർത്ഥം പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കൂ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അനിൽ വാസ് സിവിയർലി പണിഷ്ഡ് ഫോർ ബീങ് ലേറ്റ് എന്നുള്ളതാണ്. എന്താണ് ഗോട്ട് ഇറ്റ് ഇൻ ദ നെക്ക് എന്ന് ചോദിച്ചാൽ, ഗോട്ട് ഇറ്റ് ഇൻ ദ നെക്ക് അതൊരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം മീൻസ് സിവിയർലി പണിഷ്ഡ് ഓർ ക്രിട്ടിസൈസ്ഡ് ഫോർ സംതിങ് ദാറ്റ് വാസ് ഡൺ. നമ്മൾ തെറ്റായി ചെയ്ത എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ വളരെ രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ വഴക്കുപറ അല്ലെങ്കിൽ നടപടികൾ നേരിടേണ്ടി വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗോട്ട് ഇറ്റ് ഇൻ ദ നെക്ക് എന്ന് പ്രയോഗിക്കുന്ന ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം ഇതാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, അനിൽ വാസ് സിവിയർലി പണിഷ്ഡ് ഫോർ ബീങ് ലേറ്റ് എന്നുള്ളത്. ക്ലിയർ? ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇന്നത്തെ സെഷനിലെ. ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഈസ് ക്ലോസസ്റ്റ് ഇൻ ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം ഇൻ ദ ഗിവൺ സെന്റൻസ്. ഹി ഹാസ് ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് ദ ബുൾ ബൈ ദ ഹോൺസ്. ടേക്കിംഗ് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് പറഞ്ഞാൽ, ഈ ബുള്ളെന്ന് പറഞ്ഞാൽ കാളയാണ് അല്ലേ, ഹോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊമ്പാണ്. ഈ കാള മറ്റുള്ളവരെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപദ്രവിക്കുന്നല്ലേ ആക്രമിക്കുന്നത് എന്തുപയോഗിച്ചാണ്? ഹോൺസ്, കൊമ്പ് ഉപയോഗിച്ചാണ്. അപ്പോൾ നോക്കിയേ, ഹി ഹാസ് ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് ദ ബുൾ ബൈ ദ ഹോൺസ്. അതായത് ഒരു ബുള്ളിനെ നേരിടുന്നത് അതിൻ്റെ കൊമ്പിനെ നേരിട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ കൊമ്പിലാണ് എന്താണ് നമ്മുടെ ഈ നേരിടാൻ പോകുന്ന ആളുടെ ശ്രദ്ധ, അല്ലെങ്കിൽ അയാൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പറഞ്ഞാൽ അയാൾ ബ്രേവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ അത്രയും ഏറെയുള്ള ഒരു ആക്രമണത്തിൽ അതിൻ്റെ സ്പോട്ടിൽ തന്നെ ടാർഗറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതായിരിക്കണം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വാക്ക് വൈസ് ഈ ഇഡിയം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്. എസ്കേപ്പിംഗ് ക്ലെവർലി ആണ് ഒന്നാമത്തെ ഓപ്ഷൻ, അവോയ്ഡിങ് സംതിങ് കണ്ണിംഗ്ലി ആണ് രണ്ടാമത്തെ ഓപ്ഷൻ, ഡൂയിങ് സംതിങ് ഡിസീവ്ലി ആൻഡ് ബ്രേവ്ലി അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ, അഡ്രസ്സിങ് സംതിങ് റൂഡ്ലി. ഇവിടുത്തെ ഓപ്ഷൻ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, ബ്രേവ്ലി എന്ന് വേർഡ് വരുന്നതുകൊണ്ട് സി തന്നെയാണ് ഇവിടുത്തെ ഓപ്ഷൻ. വളരെ ധൈര്യത്തോടു കൂടി കുത്താൻ വരുന്നൊരു കാളെ അതിൻ്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് നേരിടുന്ന ഒരാൾ ധൈര്യവാനായിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ധൈര്യപൂർവ്വം ഒരു പ്രശ്നത്തെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നത്തെ നേരിടുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡൂയിങ് സംതിങ് ഡിസീവ്ലി ആൻഡ് ബ്രേവ്ലി എന്നുള്ളതാണ്. ടേക്കിംഗ് എ ബുൾ ബൈ ഇറ്റ്സ് ഓൺ മീൻസ് ഫേസിങ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇൻ എ കോൺഫിഡൻറ്റ് ഓർ ബ്രേവ് വേ. വളരെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടെയും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഫേസ് ചെയ്യുക എന്നുള്ള അർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇഡിയം ഉപയോഗിക്കുന്നത് ടേക്കിംഗ് എ ബുൾ ബൈ ഇറ്റ്സ് ഹോൺസ് എന്ന് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ക്രാക്കറിൻ്റെ അടുത്തൊരു അധ്യായവുമായിട്ട് ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.